യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രാരംഭമായി നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സസ് 17 and 18. വെളിപ്പാട് പുസ്തകം 1:17-18 വാക്യങ്ങൾ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീഴും. യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ യേശുവിന്റെ കാൽക്കൽ വീഴും. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ജീവനുള്ളവനുമാകും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റത് ഒരു സർട്ടൻ ടൈമിലേക്കല്ല, എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ തമ്പുരാൻ, നമ്മുടെ സർവശക്തനായ കർത്താവ് പറഞ്ഞ വാക്കാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എവിടെ ഇരിക്കുന്നു? എന്റെ കൈവശമുണ്ടെന്ന്. ആരാ പറഞ്ഞേ? ഒരു പാടുന്നൊരു പാട്ടുണ്ട്, മരണാധികാരിയായിരുന്ന പിശാചിനെ, അല്ലേ? ഇതൊരു പാട്ടില്ലേ? ഇതൊരു പാട്ടില്ലേ? ഉണ്ടോ? ഏത് പാട്ടായിരുന്നു? ഏത് പാട്ട് ഓർക്കുന്നുണ്ടോ? എല്ലാവരും ആലോചിക്കുക. വചനം പഠിക്കുന്നുണ്ട്. പാട്ടിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ആ ഒരു ഫ്ലോ ഒന്ന് ഇല്ലാതാക്കിയത്. യേശു ക്രിസ്തു എന്ന് ജീവിക്കുന്നു. ഓർക്കുന്നുണ്ടോ ആ പാട്ട്? യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന കർത്താവ് നമുക്കൊരു ഉറപ്പ് നൽകുകയാണ്. ഞാൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരം എന്റെ കയ്യിലിരിക്കുന്നു. പിശാചിന്റെ കയ്യിലല്ല, എന്റെ കയ്യിലിരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞെ നീ ഭയപ്പെടേണ്ട. ആ വാക്യം ഒന്ന് കംപ്ലീറ്റ് ആക്കിയാണ് വായിച്ചു. മരണത്തിന്റെയും പാതാളത്തിന്റെയും എന്റെ കൈവശമുണ്ട്. 17-18 വായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4:24. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്തോത്രം. 1 കൊരിന്ത്യൻസ് 14:4. 1 കൊരിന്ത്യൻസ് 14:4. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. സ്തോത്രം. എബ്രായർ 12:2 വായിച്ചാൽ, വിശ്വാസത്തിന്റെ നായിലും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ നോക്കുവിൻ. അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇപ്പം വേഗം വായിച്ചു പോയത് കൊണ്ട് എല്ലാവർക്കും വാക്യങ്ങൾ എടുക്കാൻ പറ്റി കാണത്തില്ല. ഒന്നുകൂടെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 1:17-18 ഷൂപാസ്റ്റർ വായിച്ചത്. നിങ്ങൾ എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ആൽഫയും ഒമേഗയുമാകുന്നു. എന്റെ കയ്യിൽ ജീവന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ ഇരിക്കുന്നു. ഭയപ്പെടണ്ട. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ പുനരുദ്ധാന ആ വെളിപ്പാട്, പുനരുദ്ധാന ശക്തിയോടുകൂടെ വെളിപ്പെട്ട കർത്താവിന്റെ രൂപം കണ്ട് ഭയപ്പെട്ടു പോയി. ആര്? യോഹന്നാൻ. എല്ലാ പ്രതീക്ഷകളും മറ്റുകിടക്കുന്ന സാഹചര്യത്തിലാണ് കർത്താവ് യോഹന്നാന്റെ മുമ്പിൽ വെളിപ്പെടുന്നത്. ഇനി എന്ത്? ഈ ദ്വീപിൽ നിന്നും ഒരു പോക്ക് ഇല്ല, ഇവിടെ കൊണ്ട് തീരും. ഇവിടുത്തെ ജീവജാലങ്ങളെ ഇല്ലാതാക്കി കളയും. മുൻപ് വന്നവരുടെ അനുഭവങ്ങൾ അതാ പറയുന്നത്. മുൻപ് വന്നവരുടെ അസ്ഥി കൂമ്പാരങ്ങൾ അവിടെ കിടപ്പുണ്ട്. നാട് കടത്തപ്പെട്ടവരുടെ എല്ലും കഷ്ണങ്ങൾ കിടപ്പുണ്ട് അവിടെ. ഹിംസ ജീവികളുള്ള ദ്വീപ്. പക്ഷേ പ്രതീക്ഷ അറ്റതിന്റെ മധ്യത്തിൽ സർവശക്തനും സർവ്വവ്യാപിയും സർവത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ കരം
യോഹന്നാൻ അനുകൂലമായി ചലിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മരണഭയമുള്ളവരെ മാറാറുണ്ട്. നാളെ എന്തുവാകും? ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? ഞാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? എല്ലാം താറുമാറായി പോകത്തില്ലേ? നാളെ എനിക്ക് വയ്യാതെ വന്നാൽ, നാളെ എൻ്റെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതി പെട്ടെന്ന് ഡൗണായി പോയാൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നി, ഇതുപോലെ അസ്വസ്ഥയാലെ ഇന്നാർക്കുണ്ടായി, അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന രോഗമാണെന്ന് തെളിഞ്ഞു. അയ്യോ, അവര് ആ ചികിത്സ ഇരിക്കെ തന്നെ എന്ത് ചെയ്തു? അവർ മരിച്ചുപോയി. അതേ ലക്ഷണങ്ങളല്ല എനിക്കും വരുന്നത്. അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഭയം, പലതിനെ ചൊല്ലിയുള്ള ഉത്കണ്ഠ, ആകുലതകൾ, പരാതികൾ, ഇതൊക്കെയും നിറഞ്ഞു നിൽക്കുന്നവരാണ് മനുഷ്യർ. ഹല്ലേലൂയ. പല രോഗങ്ങൾക്ക് ഒരു ശരിയാവണ്ണമുള്ള ട്രീറ്റ്മെന്റ് നടത്തുവാൻ ആഗ്രഹിക്കുന്ന വൈദ്യന്മാർ, അവരാദ്യം ആ വ്യക്തിയുടെ മനസ്സിനെ ശാന്തമാക്കാൻ തക്കവണ്ണം ഒരു ഡീലിംഗ് നടത്തും. അതിനുവേണ്ടി മാനസികമായ തലങ്ങളെ ശരിയാവണ്ണം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വിദഗ്ധന്മാരായ വ്യക്തികളുടെ അടുത്തേക്ക് എന്ത് ചെയ്യും? അവരെ ഒന്ന് കൗൺസിലിങ്ങിനിടും. കാരണം അവരുടെ ഉള്ളിലെ ഭയം ട്രീറ്റ്മെന്റിന് സഹായമായി മാറത്തില്ല. ശ്രദ്ധിച്ചു കേട്ടോണേ. ഉള്ളിലെ ഭയം രോഗത്തിന്റെ ശക്തിയെ കൂട്ടത്തേ ഉള്ളൂ. മരുന്ന് അല്ലെങ്കിൽ ചികിത്സ അത് ക്രിയ ചെയ്യണമെങ്കിൽ ഉത്കണ്ഠയുള്ള, ടെൻഷൻ നിറഞ്ഞ, പാനിക്കായ ഒരു അവസരത്തിൽ ഒരു വ്യക്തിക്ക് ആ ചികിത്സകൾ ഫലപ്രദമായി മാറുകയില്ല. ആ ബോധ്യമുള്ള വൈദ്യന്മാർ, ഡോക്ടർമാർ എന്ത് ചെയ്യും? ആദ്യം ആ വ്യക്തിയോട് പറഞ്ഞ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിനെ ശാന്തപ്പെടുത്താനുള്ള പ്രതിവിധികൾ, പ്രിക്കോഷൻസ് സ്വീകരിക്കും. ഇത് രോഗിയെ സംബന്ധിച്ച് അവൻ വിടുതൽ പ്രാപിച്ച് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർമാർ ചെയ്യുന്നതാണ്. മരുന്ന് കമ്പനികൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന വൈദ്യന്മാരുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഹല്ലേലൂയ. മെഡിസിൻസ് എഴുതി വിട്ടാൽ അതിന് കിട്ടുന്ന കമ്മീഷൻ ഓർത്ത് മെഡിസിന്റെ പേര് എഴുതി വെക്കുന്ന വൈദ്യന്മാരുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവസ്നേഹമുള്ള എന്നെ പോലെ തന്നെയുള്ള ഒരു സഹജീവിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ബോധ്യമുള്ള, അവന് സൗഖ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ള ഒരു വൈദ്യൻ അവന്റെ മനസ്സിന് സ്വസ്ഥമാക്കാൻ തക്കവണ്ണം അവന്റെ മാരകമായ പ്രശ്നത്തെ അത് പറഞ്ഞ് കൂടുതൽ സങ്കീർണമാക്കത്തില്ല. അവനെ ആദ്യം ഒന്ന് ശാന്തനാക്കാനുള്ള ശ്രമം നടത്തും. ഞാൻ ഇന്ന രോഗത്തിനെ ഫേസ് ചെയ്യുകയാണ്, ഇന്ന മരുന്ന് ഞാൻ കഴിക്കാൻ പോവുകയാണ്, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും, ചിലപ്പോൾ എന്റെ കാര്യം പോക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആദ്യം ആ വ്യക്തിയെ ശാന്തനാക്കും. എന്തിനാ ശാന്തനാക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ശാന്തമായ മനസ്സുണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ചികിത്സ വിജയമാകത്തുള്ളൂ എന്ന് ശാസ്ത്രീയ അവബോധം ലഭിച്ച ഡോക്ടർമാർ നിലപാടുകൾ സ്വീകരിക്കുന്നു. വിശുദ്ധ വചനം പറയുന്നു, അസ്വസ്ഥമായ മനസ്സാണ് രോഗങ്ങളുടെ അടിത്തറ. ഒരു വ്യക്തിയുടെ രോഗം വർദ്ധിക്കുവാനും അവന്റെ അസ്ഥിയെ പൊടിപ്പിച്ചു കളയുവാനും അസ്വസ്ഥമായ മനസ്സ് കാരണമായി മാറുമെന്ന് പഴയ നിയമത്തിലെ പല ഉദ്ധരണികളും നമ്മൾ കാണുന്നു. പല വാക്യങ്ങളിലും, പല അധ്യായങ്ങളിലെ പല വാക്യങ്ങളിലും നമുക്കത് കണ്ടെത്താൻ കഴിയുന്നു. അതിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ യോഹന്നാൻ തന്റെ കൺമുമ്പിൽ ഒരു ബോധ്യം ഉണ്ടാകുകയാണ്. തന്റെ മുമ്പിൽ പ്രതീക്ഷകൾ അറ്റ മണ്ഡലത്തിൽ യേശു ക്രിസ്തു വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അവൻ വെളിപ്പെട്ടത് സ്തോത്രം രോഗികളെ സൗഖ്യമാക്കി ബന്ധനങ്ങളെ അഴിച്ച് തന്റെ ഭൂമിയിലെ ശുശ്രൂഷ നിവർത്തിച്ചു കൊണ്ടിരുന്ന ആ നിലയിലല്ല, പുനരുദ്ധാന ശക്തിയോടെ അവൻ വെളിപ്പെട്ടു. ഹല്ലേലൂയ. യേശു കർത്താവായി വെളിപ്പെട്ടു. അവന്റെ യഥാർത്ഥ രൂപം കണ്ട് ഭയപ്പെട്ടു പോയി ആര്? യോഹന്നാൻ. ആ ഭയപ്പെട്ട യോഹന്നാന്റെ തോളത്ത് കൈവച്ചിട്ടാണ് യേശു പറയുന്നത്, നീ പേടിക്കണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ആദ്യം ഒമേഗയുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും, പാതാളത്തിന്റെ അങ്ങനെ എടുത്തു, ജീവന്റെയും മരണത്തിന്റെ അല്ലെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലിരിക്കുന്നു. സ്തോത്രം. അപ്പം
ഈ ഭയം പലപ്പോഴും പല വിശ്വാസ സമൂഹത്തിൽപ്പെട്ട പല ആൾക്കാരും പറയുന്നുണ്ട്, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഭയം അങ്ങോട്ട് മാറുന്നില്ല. ഭയം മാറാനുള്ള ഒരു 3 മണ്ഡലം, ഒരു 3 തലം എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ആരാധന. നിന്റെ ഹൃദയത്തെ, പ്രശ്നസങ്കീർണമായ ഹൃദയം ഒന്ന് ഫ്രീ ആകാനുള്ള ഏറ്റവും നല്ല മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നല്ലോണം ആരാധിച്ചാൽ മതി. അത് ആരാധനയെങ്കിൽ വിടുതലുണ്ടാകും. അപ്പൊ ആരാധനയെങ്കിലാണ് രോഗം മാറുന്നത്, ക്ഷീണം മാറുന്നത്, ബന്ധനം അഴിയുന്നത്, കെട്ടുകൾ അഴിയുന്നത്. എന്താണ് ആരാധന? അതാണ് യോഹന്നാൻ 4:24 വായിച്ചു. ഒന്നുകൂടെ വേഗം വായിച്ചാൽ. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവിലും സത്യത്തിലുമുള്ള നമസ്കാരമാണ് ആരാധന. ആത്മാവാകുന്ന ദൈവത്തെ ആത്മശക്തിയാൽ എന്ത് ചെയ്യണം? ആരാധിക്കണം. രാമ്യം പറഞ്ഞാൽ അങ്ങനെ ആരാധിച്ചാൽ, ആത്മസ്വരൂപനായ ദൈവത്തെ ആത്മശക്തിയോട് ആരാധിച്ചാൽ നിന്റെ കെട്ടുകൾ പൊട്ടും. നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും. മറ്റൊരു മണ്ഡലമുണ്ട്. രക്ഷിക്കപ്പെട്ട് കർത്തൃനാമത്തിൽ യേശുവിന്റെ അടക്കത്തോട് ഉയർത്തെഴുന്നേൽപ്പിനോടും താല്പര്യപ്പെട്ടവർക്ക് അങ്ങനെയുള്ള വിശുദ്ധ സഭയോട് പറയുന്നൊരു വാക്കുണ്ടെന്നറിയാവോ? 1 കൊരിന്ത്യൻസ് 14:4. 1 കൊരിന്ത്യൻസ് 14:4. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീയ വർധനവ് വരുത്തുന്നു. സ്തോത്രം. ആത്മീയ വർധനവ് വരുത്തണമെങ്കിൽ, ആത്മീയ വർധന വരുമ്പോൾ തന്നെ നിന്റെ ആത്മമണ്ഡലം എന്ത് ചെയ്യും? ബലപ്പെടും. നിന്റെ ഹൃദയം ഫ്രീ ആവും, നിന്റെ മനസ്സ് ഫ്രീ ആവും, നിന്റെ ശരീരം ഫ്രീ ആവും. എങ്ങനെ ആരാധിക്കണം? അന്യഭാഷകളിൽ ആരാധിക്കണം. കൃപാവരങ്ങളിൽ അന്യഭാഷ എന്ന കൃപാവരം പ്രാപിക്കുവാൻ, അല്ലെ അത് ലഭിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? കേവലം ആ ഓപ്പണിംഗ് വാക്കുകൾക്കപ്പുറത്ത് അന്യഭാഷകൾ സംസാരിക്കുന്നവനായി, ആരാധിക്കുന്നവനായി നിങ്ങൾ ഓരോരുത്തരും മാറണം. അതിന് ആത്മാവുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടാൽ നിന്റെ എല്ലാ ഉത്കണ്ഠകളും അഴിഞ്ഞുപോകും, നിന്റെ എല്ലാ ഭയവും മാറിപ്പോകും. ഹല്ലേലൂയ. എബ്രായർ 12:2 അതാണ് നമ്മൾ അവസാനം വായിച്ചത്. എബ്രായർ 12:2 വായിച്ചാൽ നമ്മൾ നോക്കേണ്ടതാരെയാ? ഈ ആരാധനയും പ്രാർത്ഥനയും സ്തോത്രം വർഷിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അന്യഭാഷകളുടെ ആരാധനയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ബലപ്പെടണമെങ്കിൽ അതിന്റെ ബേസ് എവിടെന്നറിയാവോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. ഹല്ലേലൂയ. ആരാ? The author and the finisher of faith. The author and the finisher of the faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നിന്റെ ജീവിതത്തിൽ പ്രവർത്തി തുടങ്ങിയവൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആദ്യ വഴിക്ക് നിന്നെ ഇട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. അവനൊരു വാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എവിടെ നിന്റെ ദർശനങ്ങൾ, എവിടെ നിനക്കുള്ള മറുപടി എന്ന് ചോദിക്കുന്നിടത്ത് അക്രമത്ത് പറയാവുന്ന തലത്തിൽ എന്റെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. The author and the finisher of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. ഓതർ അതിന്റെ സൃഷ്ടികർത്താവ്, അതിന്റെ പൂർത്തീകരണം. അവിടേക്ക് നിങ്ങൾ നോക്കുകയും. എവിടേക്കാ നോക്കേണ്ടത്? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? എവിടേക്ക് നോക്കണം? വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നോക്കുകയും. നോക്കേണ്ടവനെയാ നോക്കേണ്ടത്. ഹല്ലേലൂയ. അവിടെ അത് സംഭവിക്കുന്നു, ഇവിടെ ഇത് സംഭവിക്കുകയോ, നാളെ എന്താവുന്നോ? ഞാൻ നോക്കുന്ന ഒരൊറ്റ വിഷയത്തെ, ഞാൻ കാണുന്ന ഒരൊറ്റ വ്യക്തിത്വത്തെയാ. ഹല്ലേലൂയ. അവന്റെ സ്റ്റോറി. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ, ഒരു പേഴ്സണെയാണ്, ഒരു വ്യക്തിത്വത്തെയാണ് ഈ ബൈബിൾ വിളിച്ചു പറയുന്നത്. ഈ ബൈബിളിലൂടെ ഞാൻ മനസ്സിലാക്കും, നിങ്ങളോട് പറയുവാൻ ശ്രമിക്കുന്നത്
ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ്. ആ വ്യക്തിത്വത്തെ കുറിച്ചാണ് എബ്രായർ 12:2 നമ്മൾ വായിച്ചത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തു. ആരാ വ്യക്തിത്വം? ആരെ കുറിച്ചായി പറഞ്ഞത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നോക്കുകയും അങ്ങനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുകയില്ല. നിങ്ങളുടെ ആരാധനയിൽ തീ വളരും. നിങ്ങളുടെ ആരാധന ശക്തിയുള്ളതായി മാറും. നിങ്ങളുടെ ഉത്കണ്ഠകൾ മാറിപ്പോകും. വരതിനെച്ചൊല്ലിയുള്ള ഭയങ്ങൾ മാറിപ്പോകും. നാളെ എന്താകും? ഇതുവരെ എന്നെ നടത്തിയവൻ മുന്നോട്ട് നടത്തുവാൻ ശക്തിയുള്ളവനത്രേ. അവനെ കൈക്ക് പിടിച്ച് വാക്കു ചെയ്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് എത്തിക്കുന്നവനെ ചെയ്യും. ശക്തിയോടെ അടിസ്ഥാനമാക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം വിളിക്കുന്നത് നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, നിനക്ക് നേരെ ചോദിച്ചിരുവാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ ഒരു മറുപടിയായി നീ മാറാൻ പോകുന്നു. ഒരു മറുപടിയായി നീ മാറാൻ പോകുന്നു. നിനക്ക് വിരോധമായി ഉയരുന്ന ഒരായുധവും നിന്റെ മേൽ ഫലിക്കുകയില്ല. അതിശക്തന്മാരായ വ്യക്തികളുമായി ഞാൻ ഇരിക്കുകയാണ്. നീ അയച്ചുവിടുന്ന എത്ര ശക്തിയുള്ള സംവിധാനങ്ങളാണെങ്കിലും ഇവിടിരിക്കുന്ന ഒരൊറ്റ കുഞ്ഞിന്റെ ദേഹത്ത് തൊടത്തില്ല. ഉറപ്പുണ്ടോ? യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവന്റെ ഉള്ളിൽ ആ ഒരു ഉറപ്പുണ്ടാകും. അത് എന്റെ പേരിൽ ഇത് ഫലിക്കത്തില്ലെന്ന്. എത്ര ശക്തിയുള്ള പ്രപഞ്ചത്തിലെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരായിരിക്കാം, പക്ഷേ അവർ തൊടുത്തുവിടുന്ന ഒരായുധവും എന്റെ മേൽ ഫലിക്കത്തില്ല. Come out from fear. ഭയത്തിൽ നിന്ന് പുറത്തു വരിക. നിനക്ക് പേടിപ്പാൻ ഒന്നുമില്ലേ. നീ മരിച്ചതിന് ശേഷം നീ എവിടേക്ക് എത്തുമെന്ന് നല്ല ബോധ്യമുള്ളവനെ മാത്രം ഭയപ്പെടുക. നിൻ മരിച്ചതിന് ശേഷം എവിടെ എത്തുമെന്ന് ബോധ്യമുള്ളവനെ അവനെ മാത്രം ഭയപ്പെടുക. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയപിതാവേ, കർത്താവേ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ധൈര്യത്തോടെ കർത്താവേ, ഇനി വചനം കേട്ടവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പകരുന്നതിനെ ഓർത്ത് സ്തോത്രം. അവർ ഇവിടുന്ന് ഉറപ്പോടെ മുന്നോട്ട് ചലിക്കുക, മുന്നോട്ട് കടന്നു വരിക. നിന്റെ ചലനം നിൽക്കാതെ മുന്നോട്ട് ചലിക്കുക. മൂവ് ഫോർവേഡ് എന്ന ആഹ്വാനം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ഐക്യപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. അത് ക്രിയ ചെയ്യുന്നതിനെ ഓർത്ത് സ്തോത്രം. മറുപടികളാൽ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. രോഗികൾ സൗഖ്യമായതിനെ ഓർത്ത് സ്തോത്രം. ബന്ധനങ്ങൾ അഴിഞ്ഞതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഹല്ലേലൂയ. ഭയത്തിന്റെ സാന്നിധ്യമല്ല. ഫിലിപ്പിയർ 4:6 ഒരു ഭാഗമുണ്ട്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, എങ്ങനെ വിചാരിപ്പെടാതിരിക്കും ഇത്രയും ടെൻഷൻ. ആ ടെൻഷനുള്ള മറുപടി എന്ന് ചെയ്യരുത് കേട്ടോ. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട. നിന്നെ കാത്തു പരിപാലിച്ച ദൈവം നിന്നെ മുന്നോട്ട് നടത്തുവാൻ വിശ്വസ്തനത്രേ. ലാസ്റ്റ് ടൈം മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കുവാൻ മതിയായവനത്രേ. കർത്താവിന്റെ കൃപ നിങ്ങളുണ്ടാകട്ടെ. ആമേൻ, ആമേൻ.